അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പേജ് നമ്പർ 122 വരെയായിരുന്നു. എല്ലാവരും പഠിച്ചെന്ന് തോന്നുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനിയിപ്പം നമുക്ക് പഠിക്കാനുള്ളത് പേജ് നമ്പർ 122, ഫ്രീസിങ് സെൽസ്, എങ്ങനെയാണ് സെൽസ് ഫ്രീസ് ചെയ്യുന്ന എന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇപ്പം ടെക്സ്റ്റ് ബുക്ക് പേജ് 122-നകത്താണ് സെൽസ് എങ്ങനെയാണ് ഫ്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുന്നത്. When you are working with a lot of data, it can be difficult to compare information in your workbook. Freezing panes is the way of making one or more rows, columns stay at the top or left of your worksheet as you are scroll through the worksheet. A common use of freezing pane is to keep header row in view as scroll through a large worksheet. അപ്പം നമ്മൾ ഒരു സെല്ല് ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതിനകത്ത് സ്ക്രോൾ ചെയ്യും അല്ലേ. ഇപ്പം നമ്മൾ സെൽസ് ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ലിനെ, നമ്മൾ ഫ്രീസ് ചെയ്യുന്ന സെൽസിനെ മാത്രം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, അത് ടോപ്പായിട്ട് നിൽക്കും. ബാക്കിയുള്ള എല്ലാ സെല്ലുകളും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമുക്ക് എല്ലാ സെല്ലും മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ ഏതെങ്കിലും സെല്ല് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സെല്ല് മാത്രം ഫ്രീസ് ചെയ്യാൻ പറ്റത്തില്ല, മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി ഉള്ള റിമൈനിങ് പാർട്ട് മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന റോ ഏതാണോ, കോളം ഏതാണോ അത് ഫ്രീസ് ചെയ്തിരിക്കും. അത് മാത്രം താഴോട്ട് മൂവ് ആവത്തില്ല. അതാണ് നമ്മൾ ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഇനി നമ്മൾ റോസ് ഫ്രീസ് ചെയ്യുന്നതെന്ന് നോക്കാം. You may want to see certain rows or columns all the time you are worksheet, especially header cells. By freezing rows or columns in your place, you will be able to scroll through your content while continuing to view the frozen cells. അപ്പം നമ്മൾ എന്തിനാണ് ഈ നമ്മുടെ സെൽസ് അല്ലെങ്കിൽ റോസ് ഒക്കെ ഫ്രീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഹെഡിങ് കൊടുക്കുക. അപ്പോൾ ഹെഡിങ് കൊടുക്കുമ്പോൾ താഴോട്ട് ഇഷ്ടംപോലെ ഡേറ്റ ഉണ്ട്. അപ്പോൾ ഹെഡിങ്ങിനെ മാത്രം നമുക്ക് ഹെഡിങ് അറിയണം, താഴെയുള്ള ഡേറ്റാസും പക്ഷെ മുഴുവനും നമുക്ക് വ്യൂ ചെയ്യണമെങ്കിൽ നമ്മുടെ ഹെഡിങ്ങിനെ നമുക്ക് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെഡിങ് റോയിനെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിമൈനിങ് പാർട്ട് മാത്രമേ മൂവ് ആവത്തുള്ളൂ. ഹെഡിങ് ഫ്രണ്ട് സെക്ഷനിൽ തന്നെ ഇരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഹെഡിങ് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ. നെയിം, റോൾ നമ്പർ, മാർക്ക്, ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് റോ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ ഫസ്റ്റ് റോയെ മാത്രം ഫ്രീസ് ചെയ്യുക. അതിനുവേണ്ടി ഞാൻ ഈ സെല്ല് മാത്രം സെലക്ട് ചെയ്യുന്നു. വ്യൂവിനകത്തെ ഫ്രീസ് പെയിൻസ് കൊടുക്കുന്നു. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇത് താഴോട്ടുള്ള ഭാഗം മാത്രമേ, അല്ലെങ്കിൽ ഫ്രീസ് പെയിൻസിന് പകരം നമ്മൾ ഫ്രീസ് ടോപ്പ് റോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പ് റോ ഒഴികെ ബാക്കിയുള്ള ഭാഗം മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്ക്രോൾ ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ 2, 3 മാറി വരുന്നുണ്ടല്ലേ. അപ്പം ഫസ്റ്റ് പാർട്ട് മാത്രം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി അത് അൺഫ്രീസ് ചെയ്യണമെങ്കിൽ ഫ്രീസ് പെയിൻസിനകത്തെ തന്നെ അൺഫ്രീസ് പെയിൻസ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫ്രീസ് ചെയ്യണമെങ്കിൽ വ്യൂ ടാബിനകത്ത് ഫ്രീസ് പെയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ബേസിസിൽ നമുക്ക് ഇതിനെ മൂവ് ചെയ്യിപ്പിക്കാം കേട്ടോ. The rows will be frozen in place as indicated by gray line. You can scroll down the worksheet while continuing to view frozen rows at top. In our example, we will scroll down the row 18. ഇതിനകത്ത് കൊടുത്തേക്കുന്ന എക്സാമ്പിളിനകത്ത് റോ 18 ഇവിടെ, അവിടെ തൊട്ടുള്ളതാണ് നമ്മൾ മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ടു ഫ്രീസ് കോളംസ്, ഇപ്പം നമ്മൾ റോസിനെ എങ്ങനെയാണ് ഫ്രീസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി എങ്ങനെയാണ് കോളംസിനെ ഫ്രീസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ കോളം സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഫ്രീസ് കിടക്കുന്നുണ്ടല്ലേ, അപ്പോൾ അൺഫ്രീസ് ആക്കണം. എന്നിട്ട് ഫ്രീസ് ഫസ്റ്റ് കോളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കോളം ഒഴികെ ബാക്കിയെല്ലാം മൂവ് ആവും അല്ലേ. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്.
നമ്മൾ select the column, the right columns you want to freeze. Your example, we want to freeze column A, so we will select column B. Click on view tab ribbon, select free panes command, then choose free pane from the drop down menu. The scroll frozen in place indicated by gray line. You can scroll across the worksheet while continuing to view the frozen column on the left. In our example, we have scrolled across column E. To unfreeze rows or columns, click the freeze panes commands and then select unfreeze panes from the drop down menu. അപ്പോൾ നമുക്ക് ഈ ഫ്രീസ് ചെയ്തേക്കുന്നത് ഒന്നുകൂടെ അൺഫ്രീസ് ചെയ്യണമെങ്കിൽ അൺഫ്രീസ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്താ, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. 1 തൊട്ടുള്ള കോളം മൂവ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറയാം, നമുക്ക് ഫ്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്രീസ് പെയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ, ഇതിപ്പം ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താണ് ഇരിക്കുന്നത്, മുകളിലത്തെ ഭാഗം ഫ്രീസായി താഴെത്തൊട്ടുള്ളതേ മൂവ് ചെയ്യത്തുള്ളൂ. ഈ ഭാഗം മാത്രമാണ് ഇപ്പം ഫ്രീസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അൺഫ്രീസ് ചെയ്യണമെങ്കിൽ വ്യൂവിനകത്തെ അൺഫ്രീസ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ടോപ്പ് റോ മാത്രമേ ഫ്രീസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസ് ടോപ്പ് റോ കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം ഫ്രീസ് ആയിട്ടിരിക്കും. അൺഫ്രീസ് ചെയ്യാൻ അൺഫ്രീസ് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഫ്രീസ്ഡ് ഫസ്റ്റ് കോളം ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കോളം മാത്രം ഫ്രീസ് ചെയ്യും, ബാക്കി റിമൈനിങ് പാർട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ആഡിങ് ആൻഡ് ഡിലീറ്റിംഗ് വർക്ക്ഷീറ്റ്. എങ്ങനെയാണ് നമ്മൾ വർക്ക്ഷീറ്റ് ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുന്നതെന്നാണ് പഠിക്കേണ്ടത്. ഡിപ്പെൻഡിങ് ഓൺ യുവർ സെറ്റിംഗ്സ്, എക്സൽ വർക്ക്ഷീറ്റ് ടൈപ്പിക്കലി ഓപ്പൺ ടു 3 വർക്ക്ഷീറ്റ് നെയിംഡ് ഷീറ്റ് 1, ഷീറ്റ് 2 എക്സെട്ര. സാധാരണ നമ്മുടെ ഒരു സ്പ്രെഡ്ഷീറ്റ് തുറന്നു വരുമ്പോൾ തന്നെ വർക്ക്ഷീറ്റിൻ്റെ നെയിം ഷീറ്റ് 1, ഷീറ്റ് 2 എന്നും പറഞ്ഞ് ഓട്ടോമാറ്റിക്കലി 3 വർക്ക്ഷീറ്റ് വരേണ്ടതാണ്. ടു ആഡ് അഡീഷണൽ വർക്ക്ഷീറ്റ്, സിംപ്ലി ക്ലിക്ക് ഓൺ ദി ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ഐക്കൺ. അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ഒരു പുതിയ വർക്ക്ഷീറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ പ്ലസ് ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ് ആഡ് ആയിക്കോളും കേട്ടോ. ഇതാണ് നമ്മുടെ ന്യൂ ഷീറ്റ് ബട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ ഷീറ്റ് ഇങ്ങനെ ആഡ് ചെയ്യാം നമുക്ക്. ടു ചേഞ്ച് ദ നെയിം ഓഫ് ദി ടു ഡിലീറ്റ് ദ വർക്ക്ഷീറ്റ്, സിംപ്ലി റൈറ്റ് ക്ലിക്ക് ദ വർക്ക്ഷീറ്റ് നെയിം ആൻഡ് സെലക്ട് ഡിലീറ്റ്. അപ്പോൾ നമുക്ക് ഈ വർക്ക്ഷീറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ വർക്ക്ഷീറ്റിൻ്റെ നെയിം മാറ്റണമെങ്കിലോ നമുക്ക് റീനെയിം ഉണ്ട്. റീനെയിം കൊടുത്താൽ നമുക്കിട്ട് ന്യൂ ഷീറ്റ് എന്നോ എന്ത് വേണമെങ്കിലും നെയിം കൊടുത്ത് നമുക്ക് ഷീറ്റിൻ്റെ നെയിം മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ആഡ് ചെയ്യണമെങ്കിൽ ഇത്, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുക. ഇനി റീനെയിം ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുക്കുക. ഇനി നമുക്ക് കോപ്പിംഗ് ആൻഡ് മൂവിങ് വർക്ക്ഷീറ്റ് നോക്കാം. Changing the order of worksheet in Excel involves moving or copying worksheet. You can move or copy worksheet within the workbook. അപ്പം ഒരു വർക്ക് ബുക്കിനുള്ള ഉള്ളിലുള്ള വർക്ക്ഷീറ്റിനെ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. Select the worksheet you want to move. From the Home tab, Cells group, select Format. From the Format drop down, move or copy sheet under the Organize sheet. Move or copy dialog box before sheet. Select the location to which move the worksheet and then click OK എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു വർക്ക്ഷീറ്റ്, അപ്പോൾ ഇതൊരു വർക്ക്ഷീറ്റ് അല്ലേ, ഒരു വർക്ക് ബുക്കാണ്, ഇതിനകത്തുള്ള ഷീറ്റുകളാണ് ഇത് മുഴുവനും. അപ്പോൾ നമുക്ക് ഒരു വർക്ക്ഷീറ്റിനെ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വേണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹോം ടാബിലെ സെൽസ് ഗ്രൂപ്പിൽ നിന്ന്, അതായത് സെൽസ് ഗ്രൂപ്പ് ഇതാ അല്ലേ, സെൽസ് ഗ്രൂപ്പിനകത്തെ ഫോർമാറ്റ് സെലക്ട് ചെയ്ത് ഇതിനകത്ത് മൂവ് ഓർ കോപ്പി ഷീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു മൂവ് ഓർ കോപ്പി എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് വരും. അപ്പം നമുക്ക് എങ്ങോട്ടാണ് നമ്മുടെ ഷീറ്റ് മൂവ് ചെയ്യേണ്ടത്,
എന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ ഓക്കെ ക്ലിക്ക് ചെയ്താൽ മതി. ഷീറ്റ് മൂവ് ആയല്ലേ. ഈ ഒരു വർക്ക്ഷീറ്റ് എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. നമ്മൾ ഹോം ടാബ് എടുക്കുന്നു. ഇതുപോലെ തന്നെ സെൽസ് ഗ്രൂപ്പിലെ ഫോർമാറ്റ് എടുക്കുന്നു. ഇതിനകത്ത് കോപ്പി ചെയ്യാൻ ഐറ്റം ഒന്നും ഇല്ലല്ലേ. 1 2 അപ്പോൾ ഇതല്ല കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഹോം ടാബ് എടുക്കുന്നു. അതിനകത്ത് സെൽസ് ഗ്രൂപ്പ് അല്ലേ, സെൽസ് ഗ്രൂപ്പ് എടുക്കുന്നു. ഫോർമാറ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് മൂവ് ഓർ കോപ്പി ഷീറ്റ് അണ്ടർ ഓർഗനൈസ് ഷീറ്റ് എടുക്കുന്നു. ഫോർമാറ്റിനകത്ത് മൂവ് ഓർ കോപ്പി ഷീറ്റ് അണ്ടർ ഓർഗനൈസ് ഷീറ്റ് അല്ലേ എടുക്കുന്നു. ഇനി എന്താ, ഇൻ ദ മൂവ് ഓർ കോപ്പി ബോക്സ് ക്രിയേറ്റ് എ കോപ്പി. ക്രിയേറ്റ് എ കോപ്പി എടുക്കുന്നു. ഓക്കെ, കോപ്പി ആയല്ലേ. ഷീറ്റ് 6ലേക്ക് നമ്മുടെ ഷീറ്റ് കോപ്പിയായി. ഇനി നമ്മൾ എങ്ങനെയാണ് വർക്ക്ഷീറ്റിൻ്റെ ഓർഡർ മാറ്റുന്നതെന്ന് നോക്കാം. യു ക്യാൻ ഈസിലി ഓർഡർ ദ വർക്ക്ഷീറ്റ് ഇൻ എ വർക്ക് ബുക്ക്. ടു ചേഞ്ച് ദ ഓർഡർ ഓഫ് വർക്ക്ഷീറ്റ് ബൈ ക്ലിക്കിംഗ് ആൻഡ് ഡ്രാഗിങ് ഷീറ്റ് ടു എ ന്യൂ ലൊക്കേഷൻ. അപ്പം ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി കേട്ടോ. മൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഇനി റീനെയിമിങ് എ വർക്ക്ഷീറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. ബൈ ഡിഫോൾട്ട് എക്സൽ നെയിംസ് വർക്ക്ഷീറ്റ് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 ആൻഡ് സോ ഓൺ. യു ക്യാൻ ഈസിലി റീനെയിം them 3 ways. Rename the worksheet. Double click the sheet tab or type new name. Right click the sheet tab, click rename and type new name. Use the keyboard shortcut Alt H O R and type new name. അപ്പോൾ ഇല്ലേ, നമുക്ക് 3 തരത്തിൽ വർക്ക്ഷീറ്റിനെ റീനെയിം ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. പേജ് നമ്പർ 126-നകത്തല്ലേ. ഒന്നെങ്കിൽ നമുക്ക് ഷീറ്റ് ടാബിലിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്താ, നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുക്കാം. അല്ലെങ്കിൽ എന്താ, കീബോർഡിലെ Alt H O എടുത്താൽ മതി കേട്ടോ. Alt H O. ഇനി നമ്മൾ ഒരു വർക്ക്ഷീറ്റ് നെയിം ചെയ്യുമ്പോൾ ചില റൂൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് വണ്, ബി ബ്ലാങ്ക്, കണ്ടെയ്നിങ് മോർ ദാൻ 31 ക്യാരക്ടേഴ്സ്, കണ്ടെയ്നിങ് എനി ഫോളോവിങ് ക്യാരക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ 21426 വുഡ് നോട്ട് ബി വാലിഡ് വർക്ക്ഷീറ്റ് നെയിം, ബട്ട് 2-17 2016 വുഡ് വർക്ക് ഫൈൻ. അപ്പം നമുക്ക് ചില വർക്ക്ഷീറ്റിൻ്റെ റൂൾസ് ഉണ്ട്. അപ്പോൾ സ്ലാഷ് ഒന്നും നമുക്ക് അലോ ചെയ്യാൻ പറ്റത്തില്ല. വി ബിഗിൻ ഓർ എൻഡ് വിത്ത് അപ്പോസ്ട്രോഫ് ബട്ട് ക്യാൻ ബി യൂസ്ഡ് ഇൻ ബിറ്റ്വീൻ ടെക്സ്റ്റ് ഓർ നമ്പേഴ്സ് ഇൻ എ നെയിം. അപ്പം നമുക്ക് എൻഡിലൊന്നും ആ സിമ്പിൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബി നെയ്മഡ് ഹിസ്റ്ററി, ദിസ് ഈസ് റിസർവ്ഡ് വേർ എക്സൽ യൂസസ് ഇൻറ്റേർണലി. അപ്പോൾ റിസർവ്ഡ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു വർക്ക് ബുക്കിന് റീനെയിം ചെയ്യാനുള്ള ഓപ്ഷനാണ് നെക്സ്റ്റ് കൊടുത്തേക്കുന്നത് 127-ാമത്തെ പേജിൽ. ഇഫ് യു വാണ്ട് ടു റീനെയിം എ വർക്ക് ബുക്ക്, ഫസ്റ്റ് ലൊക്കേറ്റ് ഇൻ ദ വിൻഡോസ് എക്സ്പ്ലോറർ, then you can press F2 or right click, select rename, type a new name. If your workbook already open, you can go file, save as
us to save workbook with a different name. This will create a copy of the existing workbook. ഒന്നെങ്കിൽ നമുക്ക് ഫയൽ സേവ് ആസ് യൂസ് ചെയ്ത് വർക്ക് ബുക്കിനെ സേവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്താ F2 ക്ലിക്ക് ചെയ്ത് വേണമെങ്കിലും റീനെയിം ചെയ്യാം കേട്ടോ. വിൻഡോസ് എക്സ്പ്ലോററിലാണെങ്കിലാണ് പറഞ്ഞേക്കുന്നത്. ഇനി എങ്ങനെയാണ് ഒരു വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഒന്നെങ്കിൽ ജസ്റ്റ് ഇത് കൊടുത്താൽ മതി അല്ലേ. ക്ലിക്ക് ദ എക്സ് ഇൻ ദ അപ്പർ റൈറ്റ് കോർണർ, സെലക്ട് ക്ലോസ് ഫ്രം ഫയൽ മെനു. ഒന്നെങ്കിൽ ഫയലിൽ ക്ലോസ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫയൽ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് വർക്ക്ഷീറ്റ് വിൻഡോ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. വെൻ വർക്കിംഗ് ഇൻ എക്സൽ, it can sometimes be helpful to split the worksheet into two separate, so you can compare data in sheet. To split window, where you want the split window, on the view tab window group, select split. You can now scroll through windows separately to easily view and compare data. അപ്പോൾ നമ്മൾ വ്യൂ ടാബിനകത്തെ ഏത് റോ ആണോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുന്നു. ഇനി വ്യൂവിനകത്തെ സ്പ്ലിറ്റ് കൊടുത്താൽ മതി അല്ലേ. വിൻഡോ ഗ്രൂപ്പിൽ സ്പ്ലിറ്റ് കൊടുത്താൽ മതി. വിൻഡോസ് രണ്ടായിട്ട് ഡിവൈഡ് ആവും. നിങ്ങൾ കണ്ടോ, രണ്ടായിട്ട് ഡിവൈഡ് ആവും. ഇനി വർക്ക്ഷീറ്റിനെ ഹൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. വെൻ വർക്കിംഗ് വിത്ത് വർക്ക്ഷീറ്റ് ആൻഡ് വർക്ക് ബുക്ക്, there may be times when you want to hide worksheet. To hide worksheet, select the worksheet you want to hide. On the home tab, cells group, select format drop down list. Under visibility, select hide or unhide, then select hide sheet. The sheet now hidden until you unhide the selected unhided sheet. അപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹോം ടാബിൽസ് സെൽസ് ഗ്രൂപ്പിൽ നിന്ന് അല്ലേ ഫോർമാറ്റ് എടുക്കണം. ഇതിനകത്തെ ഹൈഡ് ആൻഡ് അൺഹൈഡിനകത്തെ ഹൈഡ് ഷീറ്റ് കൊടുത്താൽ മതി. ഷീറ്റ് ഹൈഡായി. ഇനി അതുപോലെ തന്നെ ഹൈഡ് ആൻഡ് അൺഷീറ്റിനകത്തെ അൺഹൈഡ് ഷീറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത് വിസിബിളായി. അതുപോലെ തന്നെ ഇതിനകത്ത് റോസിനെ ഹൈഡ് ചെയ്യാനും അൺഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ. ഇനി നമുക്ക് വർക്ക്ഷീറ്റ് ടാബിനകത്ത് കളർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞേക്കുന്നത്. റൈറ്റ് ക്ലിക്ക് ദ ടാബ് to which you want to add color. Select tab color. Select a color from displayed options. അപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടാബ് കളർ എടുത്തു. അതിനകത്ത് ഏത് കളറാണോ വേണ്ടത് സെലക്ട് ചെയ്യുന്നു. ടാബിനൊരു കളറായല്ലേ. അപ്പം നമ്മൾ ഇന്ന് ഇത്രയുമാണ് പഠിക്കുന്നത്. ഫ്രീസ് ചെയ്യുന്ന സെൽസിനെ ഫ്രീസ് ചെയ്യാൻ പഠിച്ചു. അതുപോലെ തന്നെ കോളത്തിനെയും റോസിനെയും ഫ്രീസ് ചെയ്യാൻ പഠിച്ചു. ആഡ് ചെയ്യുന്ന വർക്ക്ഷീറ്റ് ഡിലീറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും പഠിച്ചു. അതുപോലെ തന്നെ കോപ്പിംഗ് ആൻഡ് മൂവിങ് വർക്ക്ഷീറ്റ്, ചേഞ്ചിങ് ഓർഡർ ഓഫ് വർക്ക്ഷീറ്റ്, റീനെയിം വർക്ക് ബുക്ക്, ക്ലോസിംഗ് വർക്ക് ബുക്ക്, സ്പ്ലിറ്റ് വർക്ക്ഷീറ്റ് വിൻഡോ, ഹൈഡ് വർക്ക്ഷീറ്റ്, ആഡിങ് കളർ ടു വർക്ക്ഷീറ്റ് ടാബ്സ്. അപ്പം വർക്ക്ഷീറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി നാളെ തൊട്ട് നമ്മൾ ഫോർമാറ്റിംഗ് എക്സൽ വർക്ക്ഷീറ്റുകളെ എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഓക്കെ, താങ്ക് യു കേട്ടോ.